ക്ഷേത്രദർശനം നടത്തുമ്പോൾ നാം അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ, ശരിയായ രീതിയും ഫലങ്ങളും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ ഭൂരിഭാഗം പേരും നിത്യവും ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. എന്നാൽ കേവലം ഒരു സന്ദർശനത്തിനപ്പുറം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആത്മീയമായ ഊർജം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നാം അറിയാതെ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ ദർശനത്തിൻ്റെ ഫലം ഇല്ലാതാക്കാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. 2 തയ്യാറെടുപ്പുകൾ. ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത് മുതൽ ദർശനം തുടങ്ങുകയാണ്. ശരീരശുദ്ധി. കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുക. കേരളീയ വസ്ത്രധാരണത്തിന് മുണ്ടും സാരിയും അമ്പലങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. പുരുഷന്മാർ മേൽവസ്ത്രം മാറ്റുന്നത് ക്ഷേത്രത്തിലെ പോസിറ്റീവ് ഊർജം നേരിട്ട് ശരീരത്തിലേക്ക് ആവാഹിക്കാനാണ്. മനസ്സ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണമോ ദേഷ്യമോ സംസാരിക്കരുത്. ഓം നമോ നാരായണായ അല്ലെങ്കിൽ നമഃശിവായ പോലുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കും. 3 ക്ഷേത്രമുറ്റത്ത്. അമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ. ഗോപുരം. ഗോപുരവാതിൽ വന്ദിച്ചു വേണം അകത്തേക്ക് കടക്കാൻ. ഗോപുരം ഭഗവാന്റെ പാദങ്ങളാണെന്നാണ് സങ്കല്പം. ബലിക്കല്ല്. വലിയ ബലിക്കല്ലിലോ ചെറിയ ബലിക്കല്ലുകളിലോ അറിയാതെ പോലും ചവിട്ടരുത്. നമ്മുടെ കാമക്രോധലോഭമോഹങ്ങളെ, അഹങ്കാരത്തെ അവിടെ ഉപേക്ഷിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊടിമരം. കൊടിമരത്തിന് മുന്നിൽ വീണു നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾ പഞ്ചാംഗ പ്രണാമവും മുട്ടുകുത്തി തല നിലത്ത് മുട്ടിക്കുക. പുരുഷന്മാർ സാഷ്ടാംഗ പ്രണാമവും ശരീരം മുഴുവൻ നിലത്ത് മുട്ടിച്ച് വേണം ചെയ്യാൻ. കൊടിമരത്തിൻ്റെ നിഴലിൽ ചവിട്ടരുത് എന്നും ആചാരമുണ്ട്. 4 പ്രദക്ഷിണം. എത്ര പ്രദക്ഷിണം വെക്കണം എന്നത് പലർക്കും സംശയമാണ്. ഗണപതിക്ക് 1 സൂര്യൻ, 2 ശിവൻ, 3 ശിവക്ഷേത്രത്തിൽ ഓവുചാൽ മുറിച്ചു കടക്കരുത്, തിരിച്ചു വരണം. വിഷ്ണുവിനും ദേവിക്കും 4 അയ്യപ്പൻ. 5 രീതി. പ്രദക്ഷിണം വെക്കുമ്പോൾ ഓടരുത്. ഗർഭിണിയായ സ്ത്രീ നടക്കുന്ന വേഗത്തിൽ പതുക്കെ നാമം ജപിച്ച് നടക്കണം. പ്രദക്ഷിണം വെക്കുമ്പോൾ കൈകൾ വീശരുത്, കൂപ്പിപ്പിടിക്കണം. 5 ശ്രീകോവിലിന് മുന്നിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ദർശനം. ഭഗവാനെ നോക്കുമ്പോൾ ആദ്യം പാദങ്ങളിൽ നോക്കി വന്ദിക്കുക. പിന്നീട് ഓരോ അവയവങ്ങളും കണ്ട് ഒടുവിൽ കിരീടവും മുഖപത്മവും നോക്കുക. കണ്ണുകൾ ഇറുക്കി അടച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഭഗവാന്റെ രൂപം കണ്ണുകളിലൂടെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ് വേണ്ടത്. തീർത്ഥം. തീർത്ഥം വാങ്ങുമ്പോൾ വലതുകൈപ്പത്തിയിൽ വസ്ത്രം തട്ടാതെ വേണം വാങ്ങാൻ. ബാക്കി വരുന്ന തീർത്ഥം തലയിൽ തളിക്കുന്നത് ഉത്തമമാണ്. പ്രസാദം. ഭസ്മമോ ചന്ദനമോ നെറ്റിയിൽ തൊടുമ്പോൾ നടുവിരലോ മോതിരവിരലോ ഉപയോഗിക്കുക. ചന്ദനം ശ്രീകോവിലിൻ്റെ തൂണുകളിലോ ചുവരുകളിലോ തേച്ചു പിടിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. 6 ദർശനത്തിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഉടനെ ഇറങ്ങിപ്പോകരുത്. ക്ഷേത്രത്തിൻ്റെ വടക്കേ വരാന്തയിൽ അല്പനേരം ഇരിക്കണം. ദർശിച്ച പുണ്യം നമ്മോടൊപ്പം വരാൻ വേണ്ടിയാണിത്. വീട്ടിലെത്തിയാൽ ഉടനെ കൈകാലുകൾ കഴുകരുത്. ക്ഷേത്രത്തിലെ ചന്ദനഗന്ധവും പോസിറ്റീവ് എനർജിയും കുറച്ചുനേരം കൂടി നമ്മളിൽ ഉണ്ടാവട്ടെ. ഉപസംഹാരം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് വലിയൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നത് കാണാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.